ലീനിയർ സ്പേസസ്, സബ് സ്പേസസ്, പിന്നെ ലീനിയർ ഇൻഡിപെൻഡൻസ്, പിന്നെ നമ്മൾ വെക്റ്റർ സ്പേസ് കൺസെപ്റ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ ഓപ്പറേഷൻസുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ ഒരു ലെവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സൊല്യൂഷൻ, ഒരു ലീനിയർ അൽഗോരിതത്തിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് റിലവൻസ് അതാണ്. ഇപ്പോൾ നമ്മൾ മെഷീൻ ലേണിംഗൊക്കെ ഒരുപാട് അൽഗോരിതംസ് ചെയ്യും. അതിൽ ലീനിയർ ബേസ് ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. രണ്ടാമത് മെട്രിക്സ് ഡീകമ്പോസിഷൻ, അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫോർമേഷനൊക്കെ ഒക്കെ റിലവൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. സ്ലൈഡിൽ നമ്മൾ ബേസിക് ആയിട്ട് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഫീൽഡിന് മുകളിലുള്ള സ്പേസ് ഇതൊരു സബ് സ്പേസ് ആണ്. നമുക്കിതിൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മെട്രിക്സിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാം. ഡെഫിനിഷനാണ് രണ്ടാമത് വരെ നമുക്ക് പറയാം. ഡെഫിനിഷനിൽ പഠിക്കുന്നത് ഈ മെട്രിക്സിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. അത് റോ ഓപ്പറേഷൻസ് എന്ന് പറയും. അത് ഒരു മെട്രിക്സിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് മെൻഷൻ ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മെട്രിക്സിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ റോ എക്സ്ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റോയിൽ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ വരും, ചില കാര്യങ്ങളൊക്കെയാണ്. ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് വേണ്ട ഒരു സ്ലൈഡ് ആയതാണ് ഇതിന് കുറച്ച് നമുക്ക് ഉദാഹരണങ്ങളൊക്കെ ഇതിൻ്റെ സബ്സെക്ഷനായിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ലീനിയർ ഇൻഡിപെൻഡൻസിൻ്റെ പ്രത്യേകത എഴുതിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേഷൻ വീഡിയോസ് ഇതിൻ്റെ സബായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ബേസും സബ് സ്പേസും ലീനിയർ ഇൻഡിപെൻഡൻസും ഒക്കെ തിയറിറ്റിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുന്നതാണ്. ഇതിൻ്റെ സബ് ടോപ്പിക്കുകളായിട്ട് അല്ലെങ്കിൽ സബ് കാൽക്കുലേഷൻ വീഡിയോസായിട്ട് നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്.